അളിയോ എന്തോ ഓ രണ്ടുപേരും കൂടെ രാവിലെ തെണ്ടാൻ ഇറങ്ങിയോ? അവർക്കറിയാവുന്ന പണി അതല്ലാമേ പൊക്കൂട്ടെ. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഒക്കെ എന്തുട്ടാ കാട്ടി കൂട്ടണേ? ഞാനത് പറയുന്നതിനോട് ഇരിക്കുവായിരുന്നു. എന്ത് ഇവന്മാര് കാണിക്കണേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. അതെ, നമ്മളൊക്കെ 90s കിഡാണ്, സംഭവം ശരിയാ. പക്ഷെ 90s കിഡ് ആണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ത് രസമായിരുന്നു. അതെ, പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഒന്ന് ചിരിക്കുക, എത്ര ടൈം നോക്കിയെന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഇതിന് ഭയങ്കര എക്സ്പീരിയൻസാ. ഞാൻ പറയണില്ല ഒന്നുകൂടെ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ പണ്ടുകാലത്ത് മൊബൈൽ ഫോണില്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ശരിയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ ലാൻഡ് ഫോണിലൊക്കെ നമ്പർ ഇങ്ങനെ ഓർത്ത് വെക്കും. അതൊരു 300-400 വർഷമൊക്കെ എഴുതി വെച്ചാൽ എനിക്ക് ഞാൻ ആ പരിപാടി ചെയ്തിട്ടില്ല. എന്ത് ചെയ്യാം, മനുഷ്യൻ എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. ഇതങ്ങ് ഓർത്തിട്ട് നമ്മൾ വിളിക്കും. വിളിച്ച് കഴിയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ്, മിക്കവാറും എടുക്കാൻ പോകണോ അല്ലെങ്കിൽ വേറൊരു മെയിൻ സംഭവം ഉണ്ട്. നമ്മളിപ്പോൾ വെക്കേഷനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോടാ, എന്താ പറയാ, ഒരു മിസ്സിങ്, ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നല്ലോ. അതിൽ വേറൊരു വൾഗാരിറ്റി ഒന്നും ഇല്ലല്ലോ, പ്യുവർ ലവ് ആണ്. വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവരെ കാണാനുള്ള ഒരു കാത്തിരിപ്പും. പ്യുവർ ലവ് ആണെന്നൊക്കെ സത്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര എന്താ പറയണേ, പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഡേറ്റിന് പോവാത്ത ഇത്. കാര്യം ഇപ്പോൾ ഇന്ന് മീറ്റ് ചെയ്യുന്നു, നാളെ സംസാരിക്കുന്നു, പിറ്റേ ദിവസം നേരെ റൂം ബുക്ക് ചെയ്ത് പോകുന്നു, പിറ്റേ ദിവസം കേസ് ആവുന്നു. അത് മാത്രമല്ല, ഞാൻ ഈ അടുത്ത് കണ്ടൊരു കിടിലൻ ട്രോളാട്ടോ. അതായത് 2001 എന്താണ് 2001 ജെൻഡർ ചൂസ് ചെയ്യുമ്പോൾ 2 ജെൻഡർ, പക്ഷെ 2024 ആയപ്പോഴത്തേക്കും ഒരു ലിസ്റ്റ്, ജെൻഡറിന്റെ ഒരു ലിസ്റ്റ്. അത് ആണും പെണ്ണും മാത്രമല്ല, ഹീ, ദേ, ദം, ബി, ബൈ. അത് മാത്രമല്ല, ട്രാൻസെക്ഷല്, ഹോമോസെക്ഷല്, ഹോമോസാപ്പിയൻ, മറ്റേ സാപ്പിയൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എത്ര ജെൻഡർ ഉണ്ടാവും? അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഒരു രക്ഷയില്ല. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ഇപ്പൊ എന്താന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ശരിക്കും മറ്റേ കുടുംബശ്രീ പിള്ളേരൊന്ന് പരിദൂഷണം പറഞ്ഞവരുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിനക്കൊക്കെ നാടിനോട് ഇത്ര ഇതെന്താണ്, പക്ഷെ നമുക്കൊരു വേഷമുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക്. നിങ്ങൾക്ക് എന്താ തോന്നണത് കാണുമ്പോ? തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ജെൻസി പിള്ളേരെ അടിച്ചു പൊളിക്കട്ടെ, ഈ 80s കിഡ് ആയതുകൊണ്ട്. ഒരു 70s കിട്ടി പറഞ്ഞോണ്ടിരിക്കണേ. ഷേവ് ചെയ്ത് ഒന്നേക്കാ പ്രായം കുറയ്ക്കാൻ വേണ്ടി. നമ്മൾ ഈ നാണം കേട്ടല്ലോ. പക്ഷെ അളിയന് പ്രായം തീരെ കുറവാണ്. 90s കിഡ് അല്ല, 2002 ജനനം. ഞാനിങ്ങനെ കുറച്ചൊരെണ്ണം പറഞ്ഞ് ഇനി അവനെ പൊക്കി പറയണമെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഇവന് നല്ല പ്രായമുണ്ട്. ഇതിനൊരു 28 വയസ്സ് കുറഞ്ഞതുണ്ട്. ഇതല്ലേ എന്നെ കൊണ്ട് പ്രായം വരണ്ടല്ലോ. അപ്പൊ നിനക്ക് എത്ര? എനിക്ക് താടി വന്നടാ, എനിക്ക് ജെനറ്റിക്സ് കൂടുതലുള്ളതാണ് താടി വന്നത്. നിനക്ക് താടിയില്ല. താടി വളരത്തില്ല, എനിക്ക് വളർന്നാലും ഉണ്ടല്ലോ. ഈ അവാർഡ് സിനിമയ്ക്കൊക്കെ തിയേറ്ററിൽ ആളിരിക്കത്തില്ലയോ, അവിടെ ഇവിടെയായിട്ട്, അതുപോലെ വളരെ അറിയാണ്ട് താടിയുടെ അല്ല, അത് ഈ കണ്ട് ഇവിടെ എന്താ പറയുക, ഇവിടെ വെയിലാണ്, വെയിലുള്ളതുകൊണ്ട് പിന്നെ പണിയുടെ ഒക്കെ സ്ട്രെസ്. എന്ത് ചെയ്യാൻ, സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ, ഈ ഒരു പാടവും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ലവ് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് പോയി. എന്തോരം പ്രേമമായിരുന്നറിയാം, എനിക്ക് ഇഷ്ടം പോലെയായിരുന്നു. നിങ്ങൾ ഓർക്കാറുണ്ടോ നിങ്ങളുടെ ഫസ്റ്റ് ലവ്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ലവ്? എനിക്ക് പറയാനും പേടിയാണ്, കാരണം വല്ല കേസ് കൊടുക്കുമെന്ന് അറിയില്ല. അളിയൻ്റെ ഫസ്റ്റ് ലവ് അളിയൻ ഓർമ്മ ഉണ്ടാവില്ല, അത് ഞാൻ കരുതി. കാരണം ഇപ്പൊ 16ാമത്തെ ഫസ്റ്റ് ലവ് കൊണ്ടാണ് നടക്കുന്നത്. ചേട്ടൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇപ്പൊ എത്രാമത്തെ പെൺകുട്ടിയോടാണ്? ചുമ്മാ പരദൂഷണം പറയാണ്. ആകപ്പാടെ കുഞ്ഞിലെ 5 പഠിക്കുമ്പോ ഒരു കൊച്ചിനെ നോക്കിയിട്ടുണ്ട്. അതാണെങ്കിൽ 5 പഠിക്കുമ്പോ ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ നടന്ന് ഇവരെ എന്ത് ചെയ്യേണ്ട കേസ് പറയൂല. ഞാൻ മറ്റേ കുഞ്ഞിന് കുട്ടി നിക്കറൊക്കെ ഇട്ട് നല്ലെല്ലാം പാടി പ്രായമാണ്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, ഇവരുണ്ടായിട്ടാ. വേറെ കാര്യം, ഇവനാണെങ്കിൽ സിഗ്മയാണ്. പെൺപിള്ളേർ നോക്കത്തില്ല, ഒന്നും ചെയ്യില്ല, കട്ട വൈബാണ്. ആണുങ്ങളെടുത്തോ അത് മാസാ. അപ്പൊ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്തു. 6 വർഷം വരെ സിഗ്മ ഉണ്ടായുള്ളൂ. അതിനുശേഷം ഒരു ദിവ്യപ്രേമത്തോട്ടം കയറി. എത്ര 9 വർഷമോ 10 വർഷമോ തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. ദയവായി ഇത് കാണുന്ന 20-നും 25 വയസ്സിനും മധ്യമുള്ള പെൺകുട്ടികൾ ഇത് വിശ്വസിക്കരുത്. വേറെ ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ഒരു നൈസൊരു മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു മൂഡിലിരുന്നപ്പോൾ ഒന്നുമില്ല, ഒരു എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ലവിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ശരിക്കും ഈ ജെൻസി ഇങ്ങനെ ആവാൻ മെയിൻ റീസൺ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ, ഡേറ്റിംഗ് ആപ്പ്, അതൊക്കെ കൊണ്ട് തന്നെയാണോ?
ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ എന്താ പറയണ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ആണ് പെണ്ണായാലും കുഴപ്പമില്ല, പെണ്ണാണായാലും കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് എനിക്കൊക്കെ ഒരു ആദ്യം നമ്മൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ വന്നുണ്ടല്ലോ നമുക്കത് എന്തോ പോലെ അത് മിസ്യൂസും ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് ഇന്നത്തെ ജനറേഷൻ്റെ ഈ ഒരു മാറ്റത്തിനും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് മാത്രമല്ലടാ, ഇപ്പോൾ ഈ ചീറ്റിംഗ് പോലെ അവർ ഭയങ്കരമായിട്ട് കോമഡി രൂപത്തിൽ സ്കിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു മരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് അല്ലേ? അതെ, ശരിക്കും അത് കേട്ടോ. കാര്യം എന്താ പറയുക, മെയിൻലി ഇപ്പോൾ സോഷ്യൽ മീഡിയ കാരണം ഈ വെസ്റ്റേൺ കൾച്ചർ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. കാര്യം പക്ഷേ കോമഡി അതല്ല, വെസ്റ്റേൺ കൾച്ചറിലല്ല, അല്ലെങ്കിൽ വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കൾച്ചർ അവർ അഡോപ്റ്റ് ചെയ്യണം. സത്യം, അവരിപ്പോൾ ഇവിടെ വന്ന് ഇവരുടെ ഒരേ കൾച്ചറൊക്കെ കണ്ടിട്ട് നമ്മളെ ആ ട്രഡീഷൻ കണ്ട് ഈവൻ ഇന്ത്യൻ ട്രഡീഷൻ വെഡിങ് വേറെ ഇപ്പോൾ അവരോട് നടത്തുന്നുണ്ട്. സത്യമാണ്. ഇന്ത്യൻ ട്രഡീഷൻ വെഡിങ്ങോ? ഇന്ത്യൻ ട്രഡീഷണൽ വെഡിങ് പറഞ്ഞു കുളോക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ. ഞങ്ങൾക്ക് ഇതിൽ വിഷമമുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേര് പറയും ഞങ്ങൾക്ക് അസൂയ ചെയ്യണമെന്നൊക്കെ പറയും. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ദൈവം സഹായിച്ച് അസൂയപ്പെടേണ്ട ആവശ്യമില്ല. ബട്ട് നിനക്ക് പിന്നെ അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ല. നമുക്കിതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒരു കാരണം നാളെ നമ്മുടെ മക്കളും ഇതുപോലെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണുമല്ലോ. എല്ലാ കാര്യങ്ങളും ഒരു ഭയങ്കരമായിട്ട് ഇപ്പോൾ എന്താ പറയുക, ഈവൻ ഒരു ഫിസിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എല്ലാം ഒരു ഭയങ്കര കോമൺ ആക്കി കളയുന്നു. എന്താ മറ്റേ കച്ചി കളിക്കണ പോലെ. കഴിവുള്ളവന്മാര് പ്രേമിക്കും, അപ്പോൾ ഇല്ലാത്തവന്മാരോ അല്ലെങ്കിൽ അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ഇവിടെ ആണേതാ പെണ്ണേതാന്ന് അറിയാൻ പറ്റില്ല. റിലേഷൻഷിപ്പിന് തീരെ വാല്യൂ കൊടുക്കില്ല അല്ലേ? അതൊക്കെ പഴയ കാലം എന്ത് രസമായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചുക്കിനും കൊള്ളിയല്ല ചുണ്ണാമ്പിനും കൊള്ളിയല്ലാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ അതുപോലെ എല്ലാവരും പുറത്തേക്ക് പോവാ, അപ്പം നമ്മുടെ പാരൻസിനെ നോക്കാൻ ആളില്ല. സത്യം. ഇപ്പൊ തന്നെ ഇവരെ പോലത്തെ വിളച്ച പിള്ളേരുണ്ടായി കഴിഞ്ഞാ ഇവരെ കണ്ട ഒരു ഡീസന്റ് ലുക്ക് ഉള്ളതുകൊണ്ടല്ലോ, അതുകൊണ്ട് മാത്രമേ ജീവിച്ചോടാ. കണ്ട ലാസ്റ്റ് ആയപ്പോ ഡയറക്ഷൻ മാറിയപ്പോ എന്നെ നൈസായിട്ട് ഊക്കിക്കൊണ്ടിരിക്കുക. ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്, പ്രവീൺ ചേട്ടൻ ഉണ്ട്, ആളുമെടുക്കാൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പുള്ളിനെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ പുള്ളി കറക്റ്റ് കാര്യം. വേണേ അടുത്ത പോഡ്കാസ്റ്റിന് പുള്ളി നടത്തോണ്ടിരിക്കാം. ഭയങ്കര ബിസി അല്ലേ, നമ്മൾ പെട്ടെന്ന് വിളിച്ച എന്ത് അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും. കണ്ടേ പറഞ്ഞു വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലവ് പഴയ കളിയാ. അതെ, ഫസ്റ്റ് ലവ്. എൻ്റെ ഫസ്റ്റ് ലവ് 5th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴായിരുന്നു. അതൊരു എത്രാമത്തെ? 16-ാമത്തെയോ? എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ. 1ാമത്തെ ആയിരുന്നു. അന്ന് ലവ് ഒന്നും പറയാൻ പറ്റൊന്നുമില്ല. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വേഗം പറ, മഴക്കാര് വന്നു. ഞാൻ ഫീൽ ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുക. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അപ്പുറത്തെ ഒരു ബെഞ്ചിൽ കൊച്ചിരിക്കുന്നു. ആദ്യം ആ കൊച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യമൊക്കെ തോന്നി. ഈ കൊച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പേരൊക്കെ എഴുതിയേക്കണ്, ഒരു വെഗഡ് കൊച്ച്. പക്ഷെ പിന്നെ ഈ ഒരു ചെറിയ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഒരു സന്തോഷം, ഇടയ്ക്കൊരു കാണുമ്പോൾ ഒരു ചിരി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, കണ്ണിങ്ങനെ നോക്കുന്നു, എത്ര പ്രാവശ്യം നോക്കിയെന്ന് എഴുതി വെക്കുന്നു, എത്ര പ്രാവശ്യം നോക്കിയെന്ന് എഴുതി വെക്കുന്നു. പിന്നെ മറ്റേ കൊച്ചു പോകുമ്പോൾ ടാറ്റയൊക്കെ കൊടുക്കുന്നു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർക്കൊരു പേരുണ്ട്, ചീത്തപ്പേരാണ് കേട്ടോ, ഇൻട്രോവേർട്ട്. അപ്പൊ അളിയന്റെ ഫസ്റ്റ് ലവ് നിങ്ങൾ കേട്ടല്ലോ. ഇതുപോലെ എന്റെ ഫസ്റ്റ് ലവ് ഞങ്ങൾ പോകാതെ ഇരിക്കണോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. എന്റെ ഫസ്റ്റ് ലവ് എന്നായിരുന്നു? ഞാൻ പറഞ്ഞു തരണോ, അത് നീ തന്നെ പറയോ? ഏതായിരുന്നു? കൊറേ ഉണ്ട്. സത്യം പറയാലോ, എനിക്ക് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഏജ് അതാണല്ലോ, അപ്പൊ ഒരു ഇൻഫാക്ച്വേഷൻ നമുക്ക് എല്ലാവരും ക്യൂരിയോസിറ്റിയാണ് മെയിൻ ആയിട്ട്. ഇത് എന്താ എല്ലാവരും സിനിമയിലെ ഒരു 5-8-10 വർഷം പോയി. അടുത്ത് ആ ഒരു ബൈറ്റ് ഞങ്ങള് തേൻ കുടിക്കുന്നു, പറക്കുന്നു, ഒരു 2 ദിവസം കഴിഞ്ഞ കല്യാണം കേട്ടോ. അളിയുടെ കല്യാണമാണ് എല്ലാരും പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അളിയന്റെ കല്യാണത്തിന് വന്നത് അതിയായ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, എനിക്ക് DM ചെയ്യാം. അതെന്തിനാ? ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാരും സെലക്ട് ചെയ്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെൺപിള്ളേരാണെങ്കിൽ ഇവനത് തീരുമാനമാക്കിക്കോളൂ കേട്ടോ. പ്രായത്തിലും കഴപ്പ് തന്നെ. അപ്പൊ ഞങ്ങളുടെ ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്കൊരു ഫസ്റ്റ് ലവ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. പെങ്കൊച്ചുങ്ങളൊന്നും എനിക്ക് ചേർത്തില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ കുത്തിപ്പിടിച്ചോ.
So please sarakar, whatever.